കാസർഗോഡ് എത്തിയ മന്ത്രി വി ശിവൻകുട്ടിക്ക് മുന്നിൽ പരാതികളുമായി എത്തി കുട്ടികൾ. പടന്നയിലും പീലിക്കോടും സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടകനായി എത്തിയതോടെയാണ് പരാതികളും നിവേദനങ്ങളുമായി കുരുന്നുകൾ മന്ത്രിക്ക് മുന്നിൽ എത്തിയത്. കുഞ്ഞു നിവേദനങ്ങൾക്ക് ഉടനടി മന്ത്രി മറുപടിയും നൽകി. ഫാത്തിമയും അമാനയുമായിരുന്നു പടന്ന ഗവൺമെന്റ് യു പി സ്കൂളിലെ പരാതിക്കാർ. സ്കൂളിലെ മുകൾ നിലയിലെ ക്ലാസ് മുറിയിലെത്തുന്നതിനുള്ള ബുദ്ധിമുട്ടായിരുന്നു ഫാത്തിമയുടെ സങ്കടം. പടികൾ ധാരാളമായി കയറേണ്ടതുകൊണ്ട് നടുവേദനയുണ്ടാകുന്നു. പ്രശ്നപരിഹാരത്തിന് മന്ത്രി തന്നെ ഇടപെടണം. പടികളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് പാഠപുസ്തകത്തിന്റെ കനം കുറച്ചു നൽകാമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. ഇതോടെ സദസ്സിൽ കയ്യടികൾ ഉയർന്നു. ഫാത്തിമ, ഷബിലി, അമാന, അബ്ദുൾ റഹീം തന്ന ഒരു നിവേദനം ഒരുപാട് പടികേറി പോകേണ്ടി വരുന്നു. അതുകൊണ്ട് നട്ടലിന്റെ വേദന വീട്ടിൽ ചെന്നാലുണ്ടാവും. ഇത് പല സ്കൂളുകളിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു പരാതിയാണ്. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. കുട്ടികളുടെ പാഠപുസ്തകത്തിന്റെ കനം കുറയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് ഉദ്ദേശിക്കുകയാണ്. അതിന്റെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ക്ലാസ് മുറിയിലെ അത്യുഷ്ണമായിരുന്നു അമാനയ്ക്ക് ബോധിപ്പിക്കാനുണ്ടായിരുന്നത്. പരിഹാരമായി AC സ്ഥാപിക്കണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വച്ചു. കുഞ്ഞുങ്ങളുടെ സങ്കടമകറ്റാൻ പൊതുവായി എന്തു ചെയ്യാൻ പറ്റുമെന്നാലോചിക്കും. ഒപ്പം കൂട്ടായ ശ്രമങ്ങളും ഉണ്ടാകണമെന്ന് മന്ത്രി പറഞ്ഞു. 2B പഠിക്കുന്ന കശ്യപ് PV എഴുതുന്ന കത്ത് അവന്റെ ആവശ്യം എന്ന് വെച്ചാൽ കളിക്കാനുള്ള കളിസ്ഥലം വേണോ? തീർച്ചയായിട്ടും അത് പാർലമെന്റ് മെമ്പറും MLA കൂടെ പരിഹാരം കണ്ടെത്തി കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പിലിക്കോട് ITIക്ക് കെട്ടിട ശിലാസ്ഥാപനം നടത്താനെത്തിയപ്പോൾ നിവേദനവുമായി എത്തിയത് പിലിക്കോട് UP സ്കൂളിലെ 2ാം ക്ലാസ്സുകാരൻ കശ്യപായിരുന്നു. തന്റെ വിദ്യാലയത്തിനു വേണ്ടി കളിസ്ഥലം വേണമെന്നായിരുന്നു കശ്യപിന്റെ ആവശ്യം. ഈ പണി MP-ക്കും MLA-ക്കും പാസ് ചെയ്ത് മന്ത്രി തലയൂരി. ഇതോടെ സദസ്സിൽ വീണ്ടും കയ്യടി മുഴങ്ങി. ന്യൂസ് 18 ചെറുവത്തൂർ.